വിഷയങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കിവിടെ ദീൻ നിലനിൽക്കണം, ഈമാൻ നിലനിൽക്കണം, നമ്മുടെ ആദർശവും വിശ്വാസവും നിലനിൽക്കണം. ആ വിശ്വാസം നിലനിർത്താൻ ആവശ്യമായത് നമ്മൾ ചെയ്യും. അതിനാരും വഴി തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കണ്ട. അതാണ് നമുക്കൊക്കെ നല്ലത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്? ദീനിന് അതിൻ്റെതായ നിയമങ്ങളില്ലേ? ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാധ്യമവും മീഡിയ വണ്ണം നടത്താൻ സക്കാത്ത് കൊടുക്കാന്ന് ഏത് കിതാബിലാ ഉള്ളത്? മുസൽസലിലുണ്ടോ? അങ്ങനെ ഏതെങ്കിലും മുസൽസലിലുണ്ടോ? സംഘടിത സക്കാത്ത് ഏത് മദ്ഹബ് അടിസ്ഥാനത്തിലാണ് ജമാഅത്തുകാര് നടത്തുന്നത് എന്ന് പറയാനുള്ള ബാധ്യത അവർക്കില്ലേ? അല്ല, സ്വന്തം ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണോ? ദീന് കൊണ്ട് അമ്മാനമാടുകയോ? അതൊക്കെ അങ്ങനെ നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒന്നും ഉണ്ടെന്ന് വിചാരിച്ചിരിക്കാൻ പറ്റുമോ? അങ്ങനെ ദീനിന്റെ ശആഇറിൽ മൂന്നാമത്തതല്ലേ കലിമത്തു ഷഹാദത്ത്? നിസ്കാരം കഴിഞ്ഞാൽ സക്കാത്ത്. അത് രണ്ടും ഒപ്പമല്ലേ ഖുർആനിൽ പറഞ്ഞത്? അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട രൂപത്തിൽ കൊടുത്താലല്ലാതെ അത്. അതുകൊണ്ട് ഈ ജാതി പോക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ, ആ യഥാർത്ഥ ദീൻ അതിവിടെ നിലനിൽക്കും. അത് നിലനിർത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ അള്ളാഹു നിശ്ചയിക്കും. അതിലൊന്നും ആർക്കും സംശയം വേണ്ട. പക്ഷേ നമുക്കതല്ല ഇവിടെ പ്രശ്നം. നാം തെറ്റിദ്ധരിച്ചു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഇടയിൽ ഫിത്നയുണ്ടാക്കാൻ ആളുകൾ വരികയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ഈ ദീൻ അതിന്റെ തനിമയോടെ നിലനിർത്തേണ്ട ബാധ്യത ഇവിടത്തെ ഓരോ മനുഷ്യനുമുണ്ട്, ഓരോ മുസ്ലിമിനുമുണ്ട് എന്ന ബാധ്യത, എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തെ നിലനിർത്താനും അതോടൊപ്പം ഈ ഉമ്മത്തിന്റെ സംഘശക്തി അത് ശക്തമായി നിലനിർത്താനും നമുക്കൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കണം. പക്ഷേ അത് ആദർശത്തെ നിലനിർത്തിക്കൊണ്ടേ നമുക്കൊക്കെ പറ്റുകയുള്ളൂ എന്ന് മാത്രം, ഇക്കാര്യം മാത്രം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്